അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും മാർക്കോ റൂബിയോയും ഒരുമിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഇരു രാജ്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ആക്രമണം ഖത്തറിലെ ഹമാസ് കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ നടത്തിയത് എന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് പുറത്തു വന്നത്. മാത്രമല്ല, ഇനി ഒരിക്കലും ഇസ്രായേൽ അങ്ങനെ ചെയ്യില്ല എന്ന് ട്രംപ് ഖത്തറിന് വാക്കു കൊടുക്കുമ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞത് ഇനിയും ചെയ്യുമെന്നാണ്. എവിടെയാണോ ഭീകരർ ഒളിച്ചിരിക്കുന്നത് അവിടെ ഞങ്ങളുടെ ആയുധം എത്തും, അത് എവിടെ എന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആവശ്യമെങ്കിൽ മിസൈൽ പ്രയോഗം നടത്തുമെന്നും അതിന് ഖത്തറിന് ഒഴിവില്ലെന്നും ബെന്യാമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. ഇത് ഖത്തറിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഖത്തറിന് സമാധാനം വേണമെങ്കിൽ ആദ്യം ഹമാസ് ഭീകരവാദികളെ അവിടെ നിന്ന് ഇറക്കി വിടൂ. ഹമാസിനെ സംരക്ഷിക്കുന്നവർ ഭീകരവാദത്തെ സംരക്ഷിക്കുന്നവരാണ്. ഞങ്ങളിൽ നിന്നും നീതി പ്രതീക്ഷിക്കേണ്ട, കരുണ പ്രതീക്ഷിക്കേണ്ടെന്നാണ് ബെന്യാമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത്. ചുരുക്കി പറഞ്ഞാൽ അറബ് രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രതിഷേധിച്ചാലും പ്രമേയം പാസാക്കിയാലും ഇസ്രായേൽ അവരുടെ നിലപാടിൽ ഒരു തിരുത്തും വരുത്തുന്നില്ല. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, അവരുടെ അതിർത്തി വിസ്തൃതമാക്കാനുള്ള പോരാട്ടമാണ്.